നമസ്കാരം. ശ്രീഭദ്ര ജ്യോതിഷം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വർഷത്തെ കർക്കടക വാവ് ബലി വരുന്നത് ജൂലൈ മാസം 24-ാം തീയതിയാണ്. കർക്കടക വാവിന് വലിയൊരു പ്രാധാന്യം നമ്മൾ കൽപ്പിച്ചിട്ടുണ്ട്. ഈ ദിവസം ബലിയിട്ടാൽ പിതൃക്കൾക്ക് മോക്ഷം ലഭിക്കും, അല്ലെ ആത്മശാന്തി ലഭിക്കും എന്നുള്ളതാണ് വിശ്വാസം. ബലി എന്ന് പറഞ്ഞാൽ മരിച്ചുപോയ ആളുകൾക്ക് വേണ്ടിയിട്ട് പുത്രന്മാരോ പുത്രിമാരോ അല്ലെങ്കിൽ ജീവിച്ചിരിക്കുന്ന ബന്ധുക്കളോ ഒക്കെ ഇടുന്ന അല്ലെങ്കിൽ ചെയ്യുന്ന കർമ്മമാണ്, ശ്രാദ്ധ കർമ്മങ്ങളാണ് ബലി എന്ന് പറയുന്നത്. കർക്കടക മാസത്തിലെ കർത്തവാവിന് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ ഉത്തരായനം ദക്ഷിണായനം എന്ന 2 അയനങ്ങളുണ്ട്. അതിൽ ദക്ഷിണായനത്തിലെ ആദ്യത്തെ അമാവാസിയാണ് കർക്കടക മാസത്തിൽ വരുന്നത്. അപ്പോൾ അമാവാസി എന്ന് പറയുന്നത് വളരെ പ്രാധാന്യമുള്ള ഒരു ദിവസമാണ്. ദക്ഷിണായനം എന്ന് പറയുന്നത് പിതൃപ്രാധാന്യമുള്ള, പിതൃകർമ്മങ്ങൾക്ക് പ്രാധാന്യമുള്ള അയനമാണ് ദക്ഷിണായനം എന്ന് പറയുന്നത്. ഉത്തരായനമാണെങ്കിൽ ദേവതാ കാര്യങ്ങൾക്ക് അല്ലെങ്കിൽ ദൈവകാര്യങ്ങൾക്ക്, ക്ഷേത്ര സംബന്ധിയായ കാര്യങ്ങൾക്കാണ് പ്രാധാന്യം ഉത്തരായനത്തിൽ. അതുകൊണ്ടാണ് ഈ ഉത്സവങ്ങൾ മകരമാസം മുതൽ അങ്ങോട്ട് നടത്തുന്നത്, ക്ഷേത്രത്തിലെ ഉത്സവങ്ങൾ. അതേസമയത്ത് കർക്കടക മാസത്തിലാണെങ്കിൽ ദക്ഷിണായനം ആരംഭിക്കുമ്പോഴത്തേക്കും കർക്കടക മാസത്തിൽ പിതൃകർമ്മങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പ്രധാനമായിട്ടും നടത്തുന്നത്. അപ്പോൾ ഈ കർമ്മങ്ങളെപ്പറ്റി നമ്മൾ നോക്കുമ്പോൾ, നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളെപ്പറ്റി നോക്കുമ്പോൾ 3 തരത്തിലുള്ള കർമ്മങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്തു വരുന്നത്. സൽക്കർമ്മമുണ്ട്, ദുഷ്കർമ്മമുണ്ട്, മിശ്രകർമ്മം ഉണ്ട്. അപ്പോൾ ചിലർ കൂടുതലായിട്ട് സൽക്കർമ്മമായിരിക്കും, ചിലർ ദുഷ്കർമ്മങ്ങളാണ് കൂടുതലായിട്ട് ചെയ്യുന്നത്. പക്ഷേ ഈ മിശ്രകർമ്മം എന്നുള്ളത് എല്ലാ ജീവികളും ചെയ്യുന്നതാണ്. ഏതെങ്കിലുമൊക്കെ തരത്തിൽ ഹിംസ ചെയ്ത് മാത്രമേ ജീവിതം എന്ന് പറയുന്നത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുകയുള്ളൂ. അറിഞ്ഞോ അറിയാതെയോ ഒക്കെ കുറച്ച് പാപകർമ്മങ്ങൾ നമ്മൾ ചെയ്തു പോകും. അപ്പോൾ സൽക്കർമ്മങ്ങളിൽ പരമാവധി ശ്രദ്ധിക്കുക എന്നുള്ളതാണ് നമുക്ക് മോക്ഷം കിട്ടാനായിട്ട് പ്രധാനമായിട്ടും ചെയ്യേണ്ടത്. സൽക്കർമ്മങ്ങൾ യജ്ഞമാണ് എന്നാണ് പറയുന്നത്, യജ്ഞം ചെയ്യുന്നതിന് തുല്യമാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് നമ്മുടെ ഭാഗവതത്തിലും രാമായണത്തിലും ഭഗവത്ഗീതയിലും ഒക്കെ ഈ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, യജ്ഞങ്ങളെ പറ്റിയൊക്കെ. അത് 5 പ്രധാന യജ്ഞങ്ങളാണ് ഈ പഞ്ചയജ്ഞങ്ങളെന്ന് പറയുന്നത്. ഭൂതയജ്ഞം, മനുഷ്യയജ്ഞം, പിതൃയജ്ഞം, ദേവയജ്ഞം, ഋഷിയജ്ഞം. ഇങ്ങനെ 5 വിഭാഗങ്ങളായിട്ടാണ് നമ്മൾ യജ്ഞങ്ങളെ അല്ലെ യാഗങ്ങളെ വേർതിരിച്ചിട്ടുള്ളത്. അതിൽ പിതൃയജ്ഞത്തിന് വളരെയേറെ പ്രാധാന്യമുണ്ട്. കാരണം നമ്മളൊരു കുടുംബം എന്ന സങ്കല്പത്തിൽ ആ കുടുംബത്തിന് ഐശ്വര്യം നിലനിൽക്കണമെങ്കിലും അവിടെ സന്താന യോഗം ഉണ്ടാകണമെങ്കിലും പിതൃപ്രീതി ആവശ്യമാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഈ കർക്കടക മാസത്തിൽ നമ്മൾ ചെയ്യുന്ന ഈ പിതൃശേഷക്രിയകൾ അല്ലെങ്കിൽ പിതൃപ്രാധാന്യമുള്ള ചടങ്ങുകൾ വളരെ പ്രാധാന്യമർഹിക്കുന്നത്. അപ്പം മനുഷ്യൻ എന്ന് പറയുന്നത് മനുവിൻ്റെ പരമ്പരയിൽപ്പെട്ട ആളുകളാണ് എന്നുള്ളതാണ്. അതായത് സ്വയംഭവ മനു, ശതരൂപ അവരുടെ മക്കളാണ് പിന്നീടുള്ള മനുഷ്യർ എന്നാണ് വിശ്വാസം. അപ്പോൾ നമ്മുടെ ശരീരത്തിൽ ഒരു സത്തയുള്ളത് കൊണ്ടാണ് നമ്മൾ ജീവിക്കുന്നത് എന്നാണ് പറയുന്നത്. ജീവൻ നമ്മൾ പറയുന്നതിന് സത്ത എന്നും, സത്ത പോയി അല്ലെങ്കിൽ ചത്തുപോയി എന്ന് പറയുന്നത് ജീവൻ പോകുമ്പോഴുമാണെന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ പരലോകത്തേക്കാണ് നമ്മൾ, ഇഹലോകം എന്ന് പറഞ്ഞാൽ ഈ ഭൂമിയും നമ്മൾ ഭൗതികമായ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ലോകമാണ് ഈ ഇഹലോകം എന്ന് നമ്മൾ പറയുന്നത്. ഇവിടുന്ന് നമ്മളെ ആത്മാവ് പോകുന്നത്, ആത്മാവിന് നാശമില്ല. നമ്മൾ ശരീരം ദഹിപ്പിക്കുമ്പം ആ ഫിസിക്കലായിട്ടുള്ള ബോഡി മാത്രമേ അല്ലെങ്കിൽ ഭൗതിക ശരീരം മാത്രമേ ദഹിച്ചു പോകുന്നുള്ളൂ. ആത്മാവ് അവിടെ നിന്ന് മോചനം പ്രാപിച്ച് അടുത്ത ലോകത്തേക്ക് കടക്കുന്നു, പരലോകത്തേക്ക് കടക്കുന്നു. അഥവാ ഭൗതിക ശരീരത്തിൽ നിന്നും പ്രേതാവസ്ഥയിൽ എത്തി ആത്മാവ് പുറത്തേക്ക് പോകുന്നു. ഈ ആത്മാവിന്, ഈ പ്രേതാവസ്ഥയിലുള്ള ശരീരത്തിൻ്റെ ആത്മാവിന് പിതൃകർമ്മങ്ങളിലൂടെ മോക്ഷം നൽകി അതിനെ ഉയർന്ന തലങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഈ ചെയ്യുന്ന കർമ്മത്തിൻ്റെ പിന്നിലുള്ള ഒരു രഹസ്യം എന്ന് പറയാം. അത് താന്ത്രികമായ ഒരുപാട് കാഴ്ചപ്പാടുകളുണ്ട് അതിനകത്ത്. അപ്പോൾ ആ ഒരു കാര്യത്തെയാണ്, അതായത് ഈ ആത്മാവിനൊരു ശാന്തി അല്ലെങ്കിൽ ഉയർന്ന ഒരു തലത്തിലേക്ക് അതിനെ ഉയർത്തുന്ന ഒരു പ്രക്രിയയാണ് ഈ പ്രേതക്രിയകൾ അല്ലെങ്കിൽ പിതൃകർമ്മം എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ ശേഷക്രിയാതിരഹിത പ്രേത കർമ്മ ബഹിഷ്കൃത പിശാചദേഹം ആശ്രിത്യ പിശിദാസി ചരത്യസൗ എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ഫലമായിട്ട് പറയുന്നത്. അതായത് പ്രേതാദി ക്രിയകൾ ചെയ്തില്ലെങ്കിൽ, പ്രേത കർമ്മങ്ങൾ ചെയ്തില്ലെങ്കിൽ,
അല്ലെങ്കിൽ പിതൃശേഷക്രിയകൾ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഈ ദേഹി, അതായത് ആത്മാവ്, പിശാച രൂപം പ്രാപിച്ച് കുടുംബത്തിന് ദോഷകരമായി വരും എന്നുള്ളതാണ് ആ സങ്കല്പം. അങ്ങനെ പിന്നീടുള്ള തലമുറയെ അത് ബാധിക്കും. സന്താനയോഗം ഉണ്ടാകാതെ വലിയ നാശങ്ങൾ കുടുംബത്തിലുണ്ടാകും എന്നൊക്കെ പറയപ്പെടുന്നു. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് നമ്മൾ ബലിക്രിയകൾ ചെയ്യുന്നു. ഈ ബലിക്രിയകൾ തന്നെ ചില ആൾക്കാർ മാസം തോറും ചെയ്യുന്നുണ്ട്, ചിലർ അയനങ്ങൾ നോക്കി ചെയ്യുന്നവരുണ്ട്, ചിലർ വർഷത്തിൽ ഒരു തവണ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ കർക്കിടക വാവിന് ബലിയിട്ടാൽ വർഷം മുഴുവൻ ബലി നൽകുന്ന ഒരു ഫലം കിട്ടും, പുണ്യം കിട്ടും എന്നാണ് പറയുന്നത്. ഒരു വർഷം മുഴുവൻ ബലി നടത്തുന്നതിന് തുല്യമായിട്ടാണത് കണക്കാക്കിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ചെയ്യുന്നത് മനഃശുദ്ധിയും ദേഹശുദ്ധിയും കർമ്മശുദ്ധിയും സ്ഥലശുദ്ധിയും എല്ലാം വരുത്തിയിട്ട് മാത്രമേ ഈ ക്രിയകൾ ചെയ്യാവുള്ളൂ. ദ്രവ്യശുദ്ധിയും വരുത്തണം. അങ്ങനെ 5 ശുദ്ധികളാണ് വരുത്തേണ്ടത്: മനഃശുദ്ധി, ദേഹശുദ്ധി, കർമ്മശുദ്ധി, സ്ഥലശുദ്ധി, ദ്രവ്യശുദ്ധി. ദ്രവ്യശുദ്ധി എന്ന് പറഞ്ഞാൽ നമ്മൾ ആ ബലി ചെയ്യാൻ ഉപയോഗിക്കുന്ന സാധനങ്ങൾ ശുദ്ധമായിരിക്കണം. പിന്നെ അറിയാമല്ലോ, നമ്മൾ സാധാരണ കാണുന്നതാണ് ബലിച്ചോറ്, എള്ള്, ചന്ദനം, ചെറുപൂള, പവിത്രം, പിന്നെ കുറുമ്പുല്ല് അല്ലെങ്കിൽ ദർഭയുടെ തന്നെ മുറിച്ച തണ്ടുകൾ ഒക്കെ ചേർത്താണ് നമ്മൾ അവിടെ അതെല്ലാം ഉൾപ്പെടുത്തിയാണ് ബലിക്രിയ ചെയ്യുന്നത്. എപ്പോഴും നമ്മൾ ആ മരിച്ചുപോയ ആളിൻ്റെ കാര്യങ്ങൾ ചിന്തിച്ച് ആ ആളിന് ആത്മശാന്തി ലഭിക്കണം എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വേണം ചെയ്യാനായിട്ട്. അപ്പോൾ ഇത് പറയാനൊരു കാരണം എന്താണെന്ന് വെച്ചാൽ, ഈ അനപത്യതാ ദുഃഖം അല്ലെങ്കിൽ സന്താന യോഗമില്ലാതെ ദുഃഖം അനുഭവിക്കുന്ന ആളുകൾ ഇത്തരം എന്തെങ്കിലും ദോഷം ഉണ്ടെങ്കിൽ അവർ പിതൃപ്രീതികരങ്ങളായ വഴിപാടുകൾ ചെയ്യാൻ ഏറ്റവും നല്ലൊരു സമയമാണ് ഈ വാവു ബലി അല്ലെങ്കിൽ കർക്കിടക വാവിൻ്റെ അന്ന് ബലിയിടുക എന്നുള്ളത്. അന്ന് ബലിയിടാൻ സാധിക്കാത്തവർ മഹാവിഷ്ണു ക്ഷേത്രത്തിലോ മഹാദേവ ക്ഷേത്രത്തിലോ വഴിപാടുകൾ ചെയ്ത് ആ പിതൃപ്രീതി വരുത്താനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി വീട്ടിൽ ബലിയിടുകയാണെങ്കിൽ പോലും വ്രതമെടുത്ത് ബലിയിടണം എന്നാണ് പറയുന്നത്. ആ തലേദിവസം തന്നെ വ്രതമെടുത്ത് വളരെ ശാന്തമായിട്ട് നമ്മളിരുന്ന് ബലി ക്രിയകളൊക്കെ ചെയ്ത് അത് കാക്കയ്ക്ക് സമർപ്പിച്ച് കാക്ക വന്നത് സ്വീകരിക്കുമ്പോഴാണ് ആ ബലി കർമ്മം പൂർത്തിയായതായിട്ട് നമ്മൾ വിശ്വസിക്കുന്നത്. അപ്പം നമ്മളിങ്ങനെ തലമുറകളായിട്ട് സ്വത്തുക്കളും ഭൂമിയും എല്ലാം കൈമാറി വന്നാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. ഭൂരിഭാഗം പേരും അങ്ങനെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് ഒരു നന്ദി പറയുന്ന ചടങ്ങൂടെയാണ് ബലി എന്ന് ഒരു തരത്തിൽ പറയാം. നമ്മളെ ഭൂമിയിലേക്ക് വരാൻ സഹായിച്ച ആളുകൾ എന്നുള്ള പേരിലും, അതുപോലെ തന്നെ അവർ നമുക്ക് വേണ്ടി ചെയ്ത ഭൗതികമായ അല്ലെങ്കിൽ ആത്മീയമായ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് വേണ്ടി തയ്യാറാക്കിയ അല്ലെങ്കിൽ നമ്മളാക്കിയ ആ സാഹചര്യങ്ങൾക്കൊക്കെ നന്ദി പറയുകയാണ് നമ്മൾ ബലികർമ്മത്തിലൂടെ ചെയ്യുന്നത്. വർഷത്തിലൊരിക്കലെങ്കിലും നമ്മുടെ പൂർവികരെ ഓർമ്മിക്കാനുള്ള ഒരു ദിവസമാണ് കർക്കിടകവാവ്. അപ്പം ക്ഷേത്രങ്ങളിൽ പുണ്യതീർത്ഥങ്ങളിലൊക്കെ ബലിയിടുന്നതിന് അതിൻ്റേതായ പ്രാധാന്യമുണ്ട്. പക്ഷേ ഇപ്പോൾ വൻ തിരക്കുകളാണ് അനുഭവപ്പെടുന്നത്. പ്രായമായവർക്കും ശാരീരിക പ്രശ്നങ്ങളുള്ളവർക്കൊന്നും തിരക്കിനിടെ പോയി ബലിയിടാൻ വളരെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് അങ്ങനെ പോകാൻ സാധ്യമല്ല എന്നുണ്ടെങ്കിൽ ക്ഷേത്രത്തിൽ ഒരു വഴിപാട് ചെയ്തിട്ട് വീട്ടിൽ തന്നെ ബലിയിടാവുന്നതാണ്. ചടങ്ങുകളനുസരിച്ച് തന്നെ ബലിയിടുക. ബലി കർമ്മങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ ഇപ്പം ഗൂഗിൾ ചെയ്താൽ കിട്ടും, അല്ലെങ്കിൽ അതിൻ്റെ ഗ്രന്ഥങ്ങളൊക്കെ ലഭ്യമാണ്. അതല്ല എന്നുണ്ടെങ്കിൽ ഇത് നമ്മൾ ഈ ചെറുപൂള ഉപയോഗിച്ച് അത് പുഷ്പമായിട്ട്, പിന്നെ ചന്ദനം, എള്ള് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഉപയോഗിച്ച് ബലി കർമാദികൾ ചെയ്ത് ഇത് വീടിൻ്റെ തെക്ക് വശത്ത് ഒരു ചാണകം മെഴുകി ശുദ്ധമാക്കിയ ഒരു സ്ഥലത്ത് സമർപ്പിച്ച്, വാഴയിലയിൽ വെച്ച് സമർപ്പിച്ച് ആ കാക്കയ്ക്ക് കൊടുക്കുക. കാക്ക എന്ന് പറയുന്നത് യമധർമ്മൻ്റെ പ്രിയപ്പെട്ട ഒരു പക്ഷിയാണല്ലോ. ശനിദേവൻ്റെ വാഹനവുമാണ് കാക്ക. അപ്പോൾ കാക്കയ്ക്ക് പിതൃകർമാദികളിൽ ഒരു വലിയ പ്രാധാന്യമുണ്ട്. കാക്ക വന്ന് ആ ചോറ് സ്വീകരിക്കുന്നതോടുകൂടി നമ്മുടെ ശനിദോഷവും നന്നായിട്ട് കുറയും, പിതൃപ്രീതികരങ്ങളായ കാര്യങ്ങൾ സംഭവിക്കുകയും അതുമൂലം കുടുംബത്തിൽ മംഗളകരമായ കർമ്മങ്ങൾ നടക്കുകയും ചെയ്യും. കടം അധികമായിട്ടുള്ളവരും സന്താന പ്രശ്നങ്ങളുള്ളവരും സന്താനങ്ങൾക്ക് പ്രയാസങ്ങളുള്ളവരുമൊക്കെ ഈ
കർക്കടക മാസത്തിലെ ബലി ചെയ്യുന്നത് വളരെ ഉത്തമമാണ്. എല്ലാവർക്കും പിതൃക്കളുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇത് പ്രാധാന്യമുള്ള ഒരു ദിവസമായതുകൊണ്ടാണ് ചെറിയൊരു വീഡിയോ ചെയ്യാമെന്ന് വെച്ചത്. എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അപേക്ഷിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം.